ലോകത്ത് നമുക്കറിയാം ഒരു ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഒരു ഭരണകൂടമുണ്ട്. ആ രാഷ്ട്രത്തിനൊരു ഭരണ നേതാവുണ്ട്. രാഷ്ട്രത്തിനുള്ളിൽ നിയമമുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥ അന്തർദേശീയ രാഷ്ട്രീയത്തിലില്ല. അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയിട്ടുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ അവിടെ ഈ രാഷ്ട്രങ്ങളും ഈ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞത്. അതായത് ചില ചട്ടങ്ങളും ക്രമീകരണങ്ങളും സ്ഥാപനങ്ങളും ലോകത്തെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളൊരു രാജ്യത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കണം. രണ്ട്, നിങ്ങളൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇങ്ങനെയുള്ള സുപ്രധാനങ്ങളായ ചട്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഈ മറ്റൊരു രാജ്യത്തെ ഒരു കാരണമില്ലാതെ ആക്രമിക്കരുത് എന്നുകൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സുപ്രധാനങ്ങളായിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങളുടെ ഉറപ്പിലാണ് ലോകത്തെ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നിന്നാണ് നമ്മൾ ചർച്ച തുടങ്ങേണ്ടത്. ഈ യുദ്ധം തുടങ്ങിയത് ഇറാനല്ല. യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. അപ്പം അതുകൊണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകുന്ന അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലുള്ള മരണങ്ങളുടെയും ഒക്കെ ഉത്തരവാദി വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, അമേരിക്ക നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ ഇസ്രായേൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇറാൻ ആണവ പരിപാടി ഉപേക്ഷിക്കണം, ആണവ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് ഇറാൻ തയ്യാറായി. ഇറാൻ ചർച്ച ചെയ്യുന്നതിന് ഒമാൻ്റെ അൽബു സെയ്ദി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. അപ്പോൾ അത് ജനീവയിൽ ചർച്ച നടക്കുന്നു, ഒമാനിൽ ചർച്ച നടക്കുന്നു. ഈ പറഞ്ഞ ചർച്ചകളിൽ ഒരു ഭാഗത്ത് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ മരുമകൻ യാരദ് കുഷ്ണർ പങ്കെടുക്കുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അവരുടെ ടീമും പങ്കെടുക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ ഈ ചർച്ചകൾ നടന്ന് ഏറ്റവും അവസാനം ഈ ഫെബ്രുവരി മാസം 26-ാം തീയതി എന്താ ഉണ്ടായത്? ഫെബ്രുവരി 26-ാം തീയതി നടന്ന ചർച്ചകളുടെ ഫലമായിട്ട് ഈ 3 കണ്ടീഷൻസ് ഇറാൻ അംഗീകരിച്ചു. എന്താ ഒന്ന് കണ്ടീഷൻ? ഒന്ന്, ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഇറാൻ്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഞങ്ങൾ പ്രവേശിപ്പിക്കാം. 2, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോക്ക് പൈൽസ്, ഞങ്ങൾ അതിനുള്ള ഒരു സാധനവും ഞങ്ങൾ ശേഖരിക്കുകയില്ല. 3, ഞങ്ങൾ ഈ എൻറിച്ച് ചെയ്ത യുറേനിയത്തിൻ്റെ അത് ലെവല് താഴേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഒമാൻ്റെ വിദേശകാര്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ നല്ല ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, ഇപ്പോൾ നമുക്ക് സമാധാനത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഇത് പോകാം എന്ന് പറഞ്ഞു. 27-ാം തീയതിയാണ് അദ്ദേഹം ലോകത്തോട് ഇത് പറയുന്നത്.